ഈ ഒരു വീഡിയോ കഴിഞ്ഞ ഒരു ദിവസം എടുത്തതായിരുന്നു. അപ്പോൾ വ്യാഴാഴ്ച ഇരുന്ന് വീഡിയോ ഇടാമെന്നും പറഞ്ഞിരുന്നപ്പോഴത്തേക്കാണ് നമ്മളെ കോഴീനെയൊക്കെ പട്ടി പിടിച്ചുകൊണ്ട് പോയത് കേട്ടോ. അപ്പോൾ എനിക്ക് വീഡിയോ ഇടാനും പറ്റിയില്ല. അത് മാത്രമല്ല അതിൻ്റെ ഒരു വിഷമവും എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത്രയും ഒരു നല്ല രീതിയിലാണ് ഇത്രയും നാൾ നോക്കി കോഴീനെയൊക്കെ കൊണ്ടുപോയി. ഞാൻ ഒരുപാട് ഇതിന് മുന്നേയൊക്കെ കോഴീനെയൊക്കെ വളർത്തുമായിരുന്നു. ഇതുവരെ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല. ആദ്യമായിട്ടാണ് ഇതുപോലെ പട്ടി പിടിച്ചുകൊണ്ട് പോണത്. അപ്പോൾ അങ്ങനെ കണ്ടത് മാത്രമല്ല കൂടിൻ്റെ മുകൾ ഭാഗം മൊത്തം അതിൻ്റെ മേൽക്കൂരയും ഷീറ്റും ടാർപ്പയും എല്ലാം ഒക്കെ എടുത്ത് കളഞ്ഞ്. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ പറ്റാതിരുന്നത്. അപ്പോൾ ഞാൻ ഒരു ഷോർട്ട് വീഡിയോ ഇട്ട സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതേ കണക്കാണെന്ന്. പിന്നെ ഇതുപോലെ ചപ്പാത്തിക്ക് ഉപ്പും നെയ്യുമാണ് ചേർത്തിരിക്കുന്നത്. ചൂടുവെള്ളം വെച്ച് നന്നായിട്ട് നനച്ചിട്ട് ഒരു 10 മിനിറ്റ് മോൻ ഇതുപോലെ മാറ്റി വെക്കുന്നുണ്ട്. 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് എടുത്തത്. നമുക്ക് ഓരോ ബോളുകളാക്കിയിട്ട് നമുക്ക് എടുത്താൽ മതിയല്ലോ. അല്ലെങ്കിൽ നമ്മൾ ചപ്പാത്തി പരത്തുന്ന സമയത്ത് ഓരോ പീസായിട്ട് നമ്മളെടുത്ത് ബോൾ കണക്കൊക്കെ ആക്കി എടുക്കണ്ടേ. അപ്പോൾ അതിലും നല്ലത് നേരത്തെ കൂട്ടി നമ്മൾ ബോൾ കണക്കാക്കി വെച്ചാൽ നമുക്ക് നല്ല എളുപ്പമാണ്. പിന്നെ അതുപോലെ തന്നെ ചപ്പാത്തി പരത്തുന്ന സമയത്ത് കഴിഞ്ഞ ഏതോ ഒരു വീഡിയോയിൽ മോൻ ഇതുപോലെ ചപ്പാത്തി പരത്തി ഞാൻ ഇതുപോലെ ചെറിയൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ആരാ ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ ചപ്പാത്തി പരത്തുന്നത്. അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ എന്തിനാണ് നമ്മൾ പ്ലേറ്റ് വെച്ചിട്ട് ചെറിയ പാത്രങ്ങൾ വെച്ചിട്ടൊക്കെ ഷേപ്പ് എടുക്കണമെന്ന്. ഷേപ്പ് എടുക്കുന്നത് വേറെ ഒന്നും അല്ല, നമ്മളെ വീട്ടിൽ നമ്മൾ ചെയ്യുന്ന ഒരു ജോലി ഉണ്ടല്ലോ. അപ്പോൾ ഏതൊരു ജോലിയാണെങ്കിൽ പോലും വൃത്തിയായിട്ട് കൂടി നമ്മൾ ചെയ്യുവാണെങ്കിൽ ഭാവിയിൽ നാളൊരു സമയത്ത് ഇവരിപ്പോൾ വേറെ എവിടെയെങ്കിലും പോയി നിൽക്കേണ്ടി അല്ലെങ്കിൽ അവർക്കൊരു ഭാവിയിലൊരു ജീവിതം വരുന്ന ഒരു സമയത്ത് അപ്പോൾ അവർക്ക് ഏതൊരു കാര്യം ചെയ്യുമ്പോഴത്തേക്കും അതൊരു വൃത്തിയായിട്ടൊക്കെ ചെയ്യാനുള്ള ഒരു മനസ്സും അപ്പോൾ അങ്ങനെ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെറുതിലെ ഓരോ ശീലങ്ങളിലൂടെ ഞാൻ ഇതുപോലെയാണ് ഇവിടെ ചെയ്യിക്കുന്നത് കേട്ടോ. അപ്പോൾ അവർക്ക് അതൊരു ശീലമായിട്ട് വന്നിട്ടുണ്ട്. അപ്പം മോൻ ഇവിടെ ചപ്പാത്തി പരത്തുന്ന സമയത്ത് ഇതുപോലെ എപ്പോഴും ചപ്പാത്തി ഉണ്ടാക്കിയാൽ ഇതുപോലെ തന്നെ പ്ലേറ്റ് വെച്ചിട്ടോ അല്ലെങ്കിൽ ചെറിയ പാത്രങ്ങളൊക്കെ വെച്ചിട്ട് ഇതുപോലെ റൗണ്ട് ഷേപ്പ് ആക്കി എടുക്കും കേട്ടോ. അപ്പോൾ കടയിൽ കിട്ടുന്ന ചപ്പാത്തിയുടെ അതേ റൗണ്ട് ഷേപ്പിന് കിട്ടും. അതുപോലെ ഇപ്പോൾ നമ്മളെ വീട്ടിൽ ആരെങ്കിലും വരുമോ അല്ലെങ്കിൽ നമുക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ചപ്പാത്തി ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ നല്ല ഭംഗിയായിട്ടൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാകുമ്പോഴത്തേക്ക് കാണാനൊരു ഭംഗിയുണ്ട്. അപ്പം മറ്റേതാകുമ്പോഴത്തേക്ക് നമ്മളെല്ലാം പരത്തി എങ്ങനെയാണോ ചപ്പാത്തി പരത്തുന്നത് അതേമാതിരിയൊക്കെ ഇരിക്കത്തില്ലേ. അപ്പോൾ ചപ്പാത്തിക്ക് വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ നേരത്തെ ഉരുളക്കിഴങ്ങ്, ചെറിയ ഒരു തക്കാളി, 2 പച്ചമുളകൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കടുക് വറുത്തതിന് ശേഷം ഇവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഒരു 4 എണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. 4 ഉരുളക്കിഴങ്ങും അത്യാവശ്യം ഇത്തിരി വലിപ്പമുള്ള ഒരു സവോളയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു തക്കാളി, 2 ചെറിയ പച്ചമുളകായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് ചേർത്തിട്ടില്ല കേട്ടോ, കുറച്ച് കഴിഞ്ഞിട്ട് ഉപ്പ് ചേർക്കോളൂ, ഒന്ന് വഴട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. നേരത്തെ കടുക് വറുത്ത സമയത്ത് ഞാൻ ഉപ്പിട്ട് കൊടുത്തില്ലായിരുന്നു. ഉപ്പിട്ട് കൊടുക്കാത്ത വേറെ ഒന്നുമല്ല, കടുക് വറുത്തതിന് ശേഷം അതിനകത്ത് ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തിട്ടൊക്കെ ഞാൻ അടച്ച് വെച്ച് കേട്ടോ. അടച്ച് വെച്ച് ഒന്ന് ആവിയിൽ ഒരു ലേശം അതിൻ്റെ നീരൊക്കെ ഇറങ്ങിയതിന് ശേഷമാണ് രണ്ടാമത് ഇതുപോലെ ഉപ്പിട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ അടച്ച് വെക്കുന്നത്. അതുപോലെ തന്നെ ഇനി ഉരുളക്കിഴങ്ങിൽ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം ഞാൻ ഗ്യാസിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. ചപ്പാത്തി പരത്തി തീർന്ന് മോൻ ലാസ്റ്റിന് ഒരു ചപ്പാത്തിയും കൂടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതും കൂടെ റെഡിയാക്കി തീർന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വഴറ്റി കിട്ടിയിട്ടുണ്ട് കേട്ടോ. തക്കാളിക്ക് അതുപോലെ സവോളയും കറിവേപ്പില പച്ചമുളകും എല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം ഇതിൻ്റെ പച്ച നീരും ഒക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. കുറച്ച് സമയം ആയല്ലോ നമ്മൾ ചപ്പാത്തി പരത്തുന്ന സമയത്ത് ഞാനിത് അടുപ്പിൽ ചെറിയ തീയിലാണ് ഞാൻ ഇട്ടിരുന്നത്. അപ്പോൾ ഇനി കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് അടച്ച് വെക്കുന്നുണ്ട്. അടച്ച് വെച്ചതിന് ശേഷം നമ്മൾ തേങ്ങ അരച്ച് ചേർക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ, മുളക് പൊടി ചേർക്കുന്നില്ല. ഇനിയിപ്പോൾ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇതിനിപ്പോൾ ഒന്ന് തിളച്ച് വരണം കേട്ടോ. അപ്പോൾ തിളച്ച് വരുന്ന നേരത്തിന് ഇതിൽ തേങ്ങ അരച്ചാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു പച്ചമുളകും ലേശം മഞ്ഞൾപ്പൊടിയും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കല്ലരയ്ക്കുന്നത് മോനാണ് അരച്ചെടുക്കുന്നത് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, പിന്നെ വ്യാഴാഴ്ചയിലെന്നാണ് നമുക്ക് വൈകുന്നേരം മിക്സി കിട്ടിയത്. അപ്പോൾ വീഡിയോ ഇടുന്നത് ഇന്നാണല്ലോ. അപ്പോൾ ബുധനാഴ്ചയിലെന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത് തന്നെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ പറഞ്ഞത്. അപ്പോൾ ഒരു 2-3 ട്രിപ്പായിട്ടൊക്കെയാണ് തേങ്ങ അരച്ചെടുത്തത്. അപ്പോൾ ഒറ്റ ട്രിപ്പായിട്ട് 2 ട്രിപ്പിനായിട്ട് അരയ്ക്കാൻ പറ്റത്തില്ല, ഒരു 3 തവണയായിട്ട് തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കി ഒരു കുറച്ച് തേങ്ങയും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ മോളാണെങ്കിലും മോനാണെങ്കിലും ഇവിടെ നല്ല ഏതൊരു കുട്ടിയാണെങ്കിൽ പോലും അത്യാവശ്യം അവർ പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ കറണ്ട് ഇല്ലെങ്കിലോ അല്ലെങ്കിൽ ഇതുപോലെ നമ്മളെ വീട്ടിൽ മിക്സിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമോ അല്ലെങ്കിൽ ഇവർ പ്രത്യേകിച്ച് എവിടെയെങ്കിലും ഒരു താമസമൊക്കെ വരുമ്പോൾ അവർക്ക് ചെറിയ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ അത്യാവശ്യം അവരെ കാര്യങ്ങളൊക്കെ ഒന്ന് ഇതുപോലെ ചെയ്തുകൊണ്ട് പോകാനായിട്ട് പറ്റുവാണെങ്കിലേ അവർക്കും അതൊരു ഉപകാരമായിരിക്കുമല്ലോ. കാരണം ഇപ്പോഴേ പഠിച്ചിരുന്ന നാളൊരു സമയത്ത് ഇവർക്ക് അറിയാതെയൊക്കെ പോയി കഴിഞ്ഞാൽ അപ്പോൾ അറിഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നാളെ അവർക്കതൊരു ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിവിടെ എന്തെങ്കിലും ചെയ്യുമ്പോൾ തന്നെ ചെറിയ ചെറിയ ജോലിയൊക്കെ ചെയ്യുന്നത് കേട്ടോ. പെരുംജീരകം വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒരു 2-3 ചെറിയ ഉള്ളിയും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കണ്ട, ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി.
അപ്പോൾ നേരത്തെ അരയ്ക്കുന്ന സമയത്ത് ഞാൻ ഓരോന്ന് ഇന്നത് ചേർക്കണമെന്നൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കറക്റ്റായിട്ട് തന്നെ എടുത്ത് വെക്കുകയും അരയ്ക്കുകയൊക്കെ ചെയ്തായിരുന്നു. അപ്പോൾ ഇതൊന്ന് മിക്സ് ആയതിന് ശേഷം ഇതിനകത്ത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ നേരത്തെ അരച്ച് വെച്ചിരിക്കുകയാണല്ലോ. അപ്പോൾ അതും കൂടെ ഒന്ന് ഇതിലോട്ടൊന്ന് വെച്ച് കൊടുക്കാനുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മസാലയും ചെറിയ ഉള്ളിയും ഇത് മൊത്തത്തിലൊന്ന് മിക്സായി കിട്ടുമല്ലോ. അപ്പോൾ അത് ആദ്യമായിട്ടാണ് ഇതുപോലെ അരച്ചെടുക്കുന്നത്. ആദ്യം അരയ്ക്കാനായിട്ട് തേങ്ങ തിരുവി സമയത്ത് ഞാൻ അരച്ചെടുക്കാൻ പറ്റൂലെന്നൊക്കെ പറഞ്ഞ് ഞാൻ അരച്ചാൽ പറ്റൂലേ, ഞാനും അരച്ച് നോക്കട്ടെ, കല്ലിൽ നമുക്കും അരയ്ക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞും കൊണ്ട് പിടിച്ച് വാങ്ങിയാണ് അരയ്ക്കുന്നത്. അപ്പോൾ മിക്സിയിൽ ഇവർ അരച്ചെടുക്കാറുണ്ട് കേട്ടോ. നേരത്തേക്ക് കറികൾ വയ്ക്കാനും എന്തെങ്കിലുമൊക്കെ അരയ്ക്കാറുണ്ട്. ഞാനും ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു. എന്തായാലും നല്ല രീതിക്ക് അരച്ചിട്ടുണ്ട്. അരച്ചെടുത്തിരിക്കുന്ന ചേരുവ ഇനി ഉരുളക്കിഴങ്ങിൽ ചേർത്ത് കൊടുക്കണം. അപ്പോൾ നേരത്തെ നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ കുറച്ച് വെള്ളം വറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ അടച്ച് വെക്കുന്നുണ്ട്. അടച്ച് വെച്ച് കുറച്ച് സമയം ഒന്ന് തിളപ്പിക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ ചേരുവയൊക്കെ നല്ല രീതിക്ക് ഒന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിനകത്ത് നമ്മൾ അരയ്ക്കാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന ചേരുവ അല്ലാതെ ഇതിനകത്ത് വേറെ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ നല്ല മണമൊക്കെ വന്നിട്ടുണ്ട്. കല്ലിലല്ലേ അരച്ചത്, അത് മാത്രമല്ല നമ്മൾ പെരുംജീരകം ചതച്ചാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഉരുളക്കിഴങ്ങ് കറി നല്ല രീതിക്ക് തിളച്ചിട്ടുണ്ട്. നല്ല വൃത്തിയായിട്ട് തിളച്ച് നല്ല കുഴമ്പ് പരുവത്തിനൊക്കെ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തായാലും ഇത് ഇറക്കി വെക്കാറായി. ഇനി അധികം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കറി നല്ലത് കണക്കങ്ങ് വറ്റിപ്പോവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ കറി ഇറക്കി വെക്കുകയാണ്. ഇതേ അടുപ്പിൽ തന്നെ ഞാൻ ഇതുപോലെ ദോശക്കല്ലും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കല്ല് ചൂടായി വന്നപ്പോഴത്തേക്ക് നെയ്യാണ് പുരട്ടി കൊടുക്കുന്നത്. നേരത്തെ നമ്മൾ മാവ് നനച്ച സമയത്ത് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴും ഞാൻ വിചാരിച്ച് ചുട്ടെടുക്കുന്നത് വരെ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ നെയ്യ് തന്നെ യൂസ് ചെയ്യാമെന്ന്. വെളിച്ചെണ്ണയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയിൽ തന്നെ നമ്മളത് റെഡിയാക്കി എടുക്കുകയും വേണം. നെയ്യ് ആകുമ്പോഴത്തേക്ക് പ്രത്യേകിച്ച് ഒരു ടേസ്റ്റും ഒരു മണവും കിട്ടും. അപ്പോൾ അതുപോലെ തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു വിറക് നമ്മൾ മേടിക്കുന്നുണ്ടോയെന്ന്. വിറക് ഇപ്പം നമ്മൾ മേടിക്കുന്നില്ല, ഇവിടെ വന്നതിന് ശേഷം വിറക് മേടിക്കുന്നില്ല. അതിന് മുന്നേയൊക്കെ നമ്മൾ മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഒത്തിരി വിറവ് നമ്മൾ തൂക്കി മേടിച്ചിട്ടുണ്ട്. നേരത്തെ ഒരു വീഡിയോ ഇട്ട സമയത്ത് അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫുഡ് ലൈസൻസിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ടെന്ന്. അപ്പോൾ എനിക്ക് ഇതുവരെ അത് കിട്ടിയിട്ടില്ല. ഏതാണ്ട് ഒരു 1.5 മാസത്തോളം ആയിട്ടുണ്ട് ഞാൻ അക്ഷയയിൽ ചെന്ന് അപേക്ഷ കൊടുത്തിട്ട്. അപ്പോൾ 2-3 തവണ ചെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഇതുവരെ റെഡി ആയില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ ആർക്കെങ്കിലും അറിയാവുന്ന ഇതുപോലെ ലൈസൻസ് എടുത്ത് എന്തെങ്കിലും വർക്ക് ചെയ്യുന്ന ആരെങ്കിലും കാണുമല്ലോ. അപ്പോൾ അങ്ങനെ അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ഇട്ടേക്കണേ. സമയം എടുക്കുമോ, അതുപോലെ തന്നെ നമ്മൾ വേറെ എവിടെയെങ്കിലും ചെന്ന് അന്വേഷിക്കാനുണ്ടോ. അപ്പോൾ ഇതിനെപ്പറ്റിയൊന്നും അറിയാത്തതുകൊണ്ടാണ് ഞാൻ ഇതിലൂടെ തന്നെ ചോദിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതുപോലെ റെഡിയാക്കി തന്ന ചപ്പാത്തി ഉരുളക്കിഴങ്ങിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. മിക്സി വ്യാഴാഴ്ച വൈകുന്നേരം ഒരു 3 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് കിട്ടിയായിരുന്നു. അപ്പോൾ അത് ഞാൻ പൊട്ടിച്ചായിരുന്നു. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ അടുത്ത ഒരു വീഡിയോ ഇടുന്ന സമയത്ത് ഞാൻ മിക്സി എന്തായാലും ആ ഒരു വീഡിയോയിൽ കാണിക്കാം.